welcome back again to another interesting session with English Ladder. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സജഷൻ വീഡിയോ ആണ്. അതായത് നമുക്ക് എങ്ങനെ ഒരാളോട് കാര്യം സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ആ സജഷൻസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, അതൊക്കെ എങ്ങനെ നമുക്ക് നല്ല പൊളൈറ്റായിട്ടും നീറ്റായിട്ടും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സജഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടാ ഇങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, പല സജഷൻസ് ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് പ്ലാൻ അങ്ങോട്ട് റിച്ച് ആവും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന കുറച്ച് സജഷൻസ് നമുക്ക് എത്രത്തോളം നൈസായിട്ടും പൊളൈറ്റായിട്ടും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ അധികം താമസിയാതെ ലെറ്റ്സ് ജംപ് ഇൻ ടു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സജഷൻ എന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് 3 സിറ്റുവേഷൻസ് കാണിച്ചു തരും. അപ്പോൾ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അതായത് 2 ഫ്രണ്ട്സ്, ഫസ്റ്റ് സിറ്റുവേഷൻ നടന്നത് 2 ഫ്രണ്ട്സാണ്. അവരൊരു വാക്കിന് പോകണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സിറ്റുവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, Hey dear, would you like to go for a walk? Yeah, that sounds like a great idea. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ഫ്രണ്ട് മറ്റേ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ഡു യു ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്, നിങ്ങൾക്ക് ഒരു വാക്കിന് പോയാലോ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് അല്ലേ. രണ്ട് ബാ നമുക്ക് വാക്കിന് പോവാം എന്ന് പറയല്ല അല്ലേ, അവർ ഫോഴ്സ് ചെയ്യുന്നല്ല, അവർ സജഷൻ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മറ്റേ ഫ്രണ്ട് പറയാണ് ഓ വാവ് ദറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗ്രേറ്റ് ഐഡിയ, ഓ കൊള്ളാം അതൊരു അടിപൊളി ഐഡിയ ആണ്, നമുക്ക് പോയാലോ, ഓ എന്നെ കൊണ്ടൊന്നും വയ്യ അല്ലെങ്കിൽ ഓക്കെ ആണ് എന്നൊന്നും അല്ല പറയണത്. ഭയങ്കര പൊളൈറ്റായിട്ട് ഓ വാവ് അടിപൊളി ഐഡിയ നമുക്ക് പോയാലോ നമുക്ക് ചെയ്താലോ എന്നാണ് അവർ പറയുന്നത് അല്ലേ. അതൊരു ഭയങ്കര പോസിറ്റീവ് കോൺവെർസേഷൻ ആണ് അല്ലേ. സോ ദാറ്റ് വാസ് ദി ഫസ്റ്റ് സിറ്റുവേഷൻ. Now let's move on to the second situation. ഈ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഹൗസ് പാർട്ടി പ്ലാനിങ് ആണ്. വീക്കെൻഡ് കവറാകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും കലാപരിപാടി ഇതായിരിക്കും അല്ലേ, ഹൗസ് പാർട്ടി. ഈ തവണത്തെ ഹൗസ് പാർട്ടി എവിടെയാണ് അല്ലേ. അപ്പം ഇതും ഒരു ഹൗസ് പാർട്ടി പ്ലാനിങ് ആണ്. അപ്പം നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് കണ്ടീഷൻ വരാം. Hey, do you have any plans for the weekend? Not yet. Why? Okay. How about a house party? That's cool. Count me in too. Well, shall we invite Benjamin to the party? I don't think that would work. Cool. ഫസ്റ്റ് ഫ്രണ്ട് ചോദിക്കുകയാണ് ഹൗ അബൌട്ട് എ ഹൗസ് പാർട്ടി ഓവർ ദ വീക്കെൻഡ്, അതായത് വീക്കെൻഡ് നമുക്കൊരു ഹൗസ് പാർട്ടി ആയാലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഫ്രണ്ട് എന്നാണ് പറയുന്നത് കൂൾ കൗണ്ട് മീ ഇൻ ടു, കൂൾ കൗണ്ട് മീ ഇൻ ടു, ഓക്കെ റെഡിയാണ് ഞാനുണ്ട്. അപ്പോൾ ഒരു സജഷൻ പോലെ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുകയാണ് ഷാൽ വി ഇൻവൈറ്റ് സാം ടു ദ പാർട്ടി, നമുക്ക് സാമിനെ കൂടി ഒന്ന് വിളിച്ചാലോ. അപ്പോൾ എനിക്കൊന്ന് സെക്കൻഡ് ഫ്രണ്ടിന് അത്ര താല്പര്യമുള്ള ഒരാളല്ലെന്ന് തോന്നുന്നു സാം. സോ വാട്ട് ഡസ് ഷീ സേ? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വുഡ് വർക്ക്, അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേണ്ട വിളിക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് വളരെ പൊളൈറ്റായിട്ടാണ് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വുഡ് വർക്ക് ഇല്ലേ, വേണ്ട വിളിക്കണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വേണ്ട വിളിക്കണ്ട. ഓക്കെ, ദാറ്റ്സ് എ വെരി വെരി പൊളൈറ്റ് വേ ഓഫ് റിജക്റ്റിംഗ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദി സെക്കൻഡ് സിറ്റുവേഷൻ. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദി തേർഡ് സിറ്റുവേഷൻ. Hey Rish, it's a long weekend. Let's go to the beach and then go paragliding. Your suggestion sounds great, but I'm not keen on that. Maybe we could go shopping. I don't feel like going. Okay then, why don't we go for a movie? No, I'd rather not. We might as well stay at home. Brilliant. ഈ സിറ്റുവേഷൻ കണ്ടില്ലേ, നമുക്കും ഉണ്ടാവുമല്ലേ ഇതുപോലൊരു ഉഴപ്പത്തി ലേസി ഫ്രണ്ട്, നമുക്കും ഉണ്ടാവുമല്ലേ എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നത്, അവിടെ ചെയ്യാൻ വേണ്ട ഇത് ചെയ്യാൻ വേണ്ട ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ഫ്രണ്ട്. അപ്പോൾ ആദ്യത്തെ സജഷൻ എന്തായിരുന്നു പറഞ്ഞ് നമുക്ക് ബീച്ചിൽ പോവാം, അത് കഴിഞ്ഞിട്ട് പാരാഗ്ലൈഡിങ്ങിന് പോവാം ഇല്ലേ. ലെറ്റ്സ് ഗോ ടു ദ ബീച്ച് ആൻഡ് ദെൻ ഗോ പാരാഗ്ലൈഡിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്താണ് പറയുന്നത്? യോ ഐഡിയ സൗണ്ട്സ് ഗ്രേറ്റ് ബട്ട് ഐ എം നോട്ട് കീൻ ഓൺ ദാറ്റ്. ഐഡിയ ഒക്കെ കൊള്ളാം അടിപൊളിയാണ്, നേരെ പോയിട്ട് ഐഡിയ കുളമാണ്, എനിക്ക് ഐഡിയ ഒട്ടും ഇഷ്ടമല്ല എന്നല്ല പറയണത്. ഐഡിയ കൊള്ളാം പക്ഷേ എനിക്കത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അത് കേൾക്കാൻ ഭയങ്കര പൊളൈറ്റാണ് അല്ലേ. നേരെ മുഖത്ത് നോക്കിയിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നല്ല പറയണത് അല്ലേ. ഇറ്റ്സ് വെരി പൊളൈറ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് എന്നാൽ ഇത് വിട്ടേക്കാം, നെക്സ്റ്റ് സിറ്റുവേഷൻ ഇടാന്ന് പറഞ്ഞിട്ട് മേ ബി യു കുഡ് ഗോ ഷോപ്പിംഗ്, എന്നാൽ പിന്നെ ഷോപ്പിംഗ് പോയാലോ, അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഉഴപ്പത്തി പറയാണ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്. അതും ഇഷ്ടമല്ല കേട്ടോ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്, അതും താല്പര്യമില്ല, വിട്ടു. ഓക്കെ, ഇനി അടുത്തത് ചോദിക്കാൻ പോവാണേ. അപ്പോൾ വീക്കെൻഡ് അല്ലേ, നമ്മുടെ ഈ ഫ്രണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ചോദിക്കുകയാണ് ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, ഒരു മൂവിക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഉഴപ്പത്തി ഫ്രണ്ട് പറയാണ് നോ ഐഡ് റാദർ നോട്ട്, അതും പറ്റില്ല, പുള്ളിക്കാരത്തേക്ക് അതും വയ്യ. ഉഫ് എന്ത് മടിച്ചാണല്ലേ, വീട്ടിൽ തന്നെ കുത്തിരിക്കണം എന്നാണെന്ന് തോന്നുന്നു ആഗ്രഹം അല്ലേ. അങ്ങനെ ഇരിക്കുകയാണ്. സഹി കെട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് പറയുകയാണ് വി മൈറ്റ് ആസ് വെൽ സ്റ്റേ അറ്റ് ഹോം, ഒന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാം. ആള് ഭയങ്കര ഹാപ്പി ആയി, ബ്രില്യൻറ്റ്, ഷീ സേസ് ബ്രില്യൻറ്റ് ഇല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ വേ ഓഫ് അക്സെപ്റ്റിംഗ് എ സജഷൻ ഓഫ് സേയിങ് ലൈക്ക് വാവ് ബ്രില്യൻറ്റ്, അടിപൊളി, ഇത് മതി
എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നോർമൽ ലൈഫിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് നമ്മളെല്ലാ വീക്കെൻഡിലും ആണെങ്കിലും പ്ലാൻ ഇടുമ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ കാണുന്നതാണല്ലേ. ഇങ്ങനത്തെ പല പല ഫ്രണ്ട്സ് നമുക്കുണ്ടല്ലേ, അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്, റിജക്ട് ചെയ്യുന്നവരുണ്ട്, കുഴിമടിയന്മാരുണ്ട്, അങ്ങനത്തെ പലരുണ്ടല്ലോ നമുക്ക് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ടൈം യു അക്സെപ്റ്റ് എ സജഷൻ, റിജക്ട് എ സജഷൻ ഓർ സജസ്റ്റ് സംതിങ്, ഡു ഇറ്റ് എ വെരി പൊലൈറ്റ് വേ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക, മനസ്സിൽ വെക്കുക. നെക്സ്റ്റ് ടൈം പ്ലീസ് യൂസ് ദിസ് ഇൻ യുവർ ഡെയിലി ലൈഫ്. I hope it will help you a lot. So that's it for today. I'll see you in my next video. Till then.